നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന സെയിം റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് 2 കപ്പ് അളവിലൊരു പാനിലേക്ക് മാറ്റാം. 3/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം പുളിപ്പില്ലാത്ത പൈനാപ്പിൾ വേണം നമ്മൾ പുഡിങ്ങിലേക്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പാല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ചതിൽ നിന്നൊരു 3/4 ഭാഗം ഒരു മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. 1/4 കപ്പ് പാലും കൂടി ചേർത്ത് തിക്ക് പേസ്റ്റായിട്ട് അരച്ച് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് പാലിൽ ചെയ്യുന്ന ഒരു പുഡിങ്ങിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി മധുരത്തിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ടോമാൻസിൻ്റെ പ്രീമിയം ക്വാളിറ്റി ചൈന ഗ്രാസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലിലേക്ക് ഒരു 12 ഗ്രാം അളവിലാണ് എടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ 12 ഗ്രാം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ചേർക്കാവൂ കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ടോപ്പ് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഒരു കുക്ക് ചെയ്ത പൈനാപ്പിൾ ബാക്കിയുള്ളതും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പൈനാപ്പിൾ ജെല്ലിയും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സും കൂടിയൊക്കെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിച്ചെടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്